തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. അസീസിയിലെ ഫ്രാൻസിസ് ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു: ദൈവമേ, ദ്രോഹമുള്ളിടത്ത് ഞാൻ ക്ഷമ വിതയ്ക്കട്ടെ. പലപ്പോഴും ഇന്ന് മനുഷ്യൻ്റെ നന്മ നഷ്ടപ്പെടുത്തുന്ന ദ്രോഹങ്ങൾ ചെയ്യുന്നവരെ കാണാനായിട്ട് പറ്റും. ഇവിടെയാണ് ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥനയുടെ പ്രസക്തി. ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കാനായിട്ടുള്ള കൃപ നമ്മളിൽ നിലനിർത്തണമെന്ന് ഫ്രാൻസിസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്റ്റെഫാനോസിൻ്റെ ജീവിതത്തിൽ മനോഹരമായി നമ്മൾ ഈ ഒരു സംഭവം കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനം 6-ാം അധ്യായത്തിൽ തൻ്റെ ശരീരത്തിൽ കല്ലെറിയുന്ന, തന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്ന ഘാതകരെയോട് സ്റ്റെഫാനോസ് അവരെ ആ ദ്രോഹത്തിൽ നിന്ന് അവരോട് ക്ഷമിക്കുകയാണ്. ആ ദ്രോഹം, അവർ ചെയ്യുന്ന ദ്രോഹത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി സ്റ്റെഫാനോസ് ക്ഷമിച്ചു പ്രാർത്ഥിക്കുന്നു: ദൈവമേ, ഇവർ ചെയ്യുന്ന അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അവിടെ വചനം ഇപ്രകാരം പറയുകയാണ്: സ്റ്റെഫാനോസിൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ തോന്നി. ദ്രോഹമുള്ളിടത്തൊക്കെ, ദ്രോഹിക്കുന്നവരോടൊക്കെ നീ ക്ഷമിക്കുമ്പോൾ നിൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ ശോഭിക്കും, അത് പ്രകാശിച്ചു നിൽക്കും. ദ്രോഹമുള്ളിടത്തൊക്കെ ക്ഷമിച്ച അനേകം സാക്ഷ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. മരിയ ഗൊരേത്തി തന്നെ കൊല്ലുവാനായിട്ട് തന്നെ ദ്രോഹിച്ച അലക്സാണ്ടറിനോട് മരണത്തിനു മുമ്പ് ക്ഷമിച്ചു എന്ന് പറഞ്ഞു. മകളെ കൊന്ന ഘാതകനോട് അസുന്ത ക്ഷമിച്ചു എന്ന് പറഞ്ഞു. ജീവിത പങ്കാളിയെയും മക്കളെയും ജീപ്പിലിട്ട് ചുട്ടുകൊന്ന ഘാതകനോട് ഗ്ലാഡിസ്റ്റൈൻസ് പറഞ്ഞു: ഞാൻ ക്ഷമിക്കുന്നു. അതെ, ദ്രോഹമുള്ളിടത്ത് ക്ഷമിക്കുവാൻ തയ്യാറാകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ സംഭവിക്കും. ഇന്ന് നമ്മൾ ആരോടെങ്കിലുമൊക്കെ ക്ഷമിക്കാതെ ഉള്ളിൽ സ്പർദ്ധയും വെറുപ്പും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മെ ദ്രോഹിച്ചവരോട് നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ സംഭവിക്കാതിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ക്ഷമിക്കാം. അസീസിയിലെ ഫ്രാൻസിസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിനത്തിൽ നമ്മെ ദ്രോഹിച്ചവരോട് നിരൂപാധികം ക്ഷമിച്ച് അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുവാനും സൗഹൃദത്തിലാകുവാനും നിലപാടുകളെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.